ഞാൻ യൂണിയൻ ഓഫീസിൽ ചെന്ന് തിരക്കി എപ്പോ വരുമെന്ന്. കാറിലാണോ വന്നത്? അതെ. രണ്ടുപേരും കൊണ്ട് കഴിച്ചോ. ദോശയാണ്, ചമ്മന്തിയുണ്ട്. ഓടിപ്പോ. പതിവില്ലാതെ പിള്ളേർക്ക് ദോശ വാങ്ങിച്ചു വന്നിരിക്കുന്നല്ലോ. അവരുടെ കാര്യം ഞാനല്ലേ നോക്കേണ്ടത്. വേഗണ്ണൊന്നും ഏറ്റില്ലല്ലോ ജയില്. ജയിൽ വെച്ച് തന്നെ മരണമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല. എന്തുവായിരുന്നു അതിന് തക്കവണ്ണം? ഞാൻ ചെന്ന 4-ാം പക്കം അതേ മുറിയിൽ തന്നെ ചെല്ലപ്പനെയും കൊണ്ടുവന്നു. അയ്യോ, എന്നിട്ട്? ചെല്ലപ്പൻ ആളാകെ മാറിയിരിക്കുന്നു ഭവാനി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടതാ. പക്ഷെ അവ എന്നെ കുറ്റപ്പെടുത്തി ഒരക്ഷരം പറഞ്ഞില്ല. ഞാൻ മാപ്പ് പറയുകയും മറ്റും ചെയ്തപ്പോ ചെല്ലപ്പൻ പറയുക, ഞാൻ അവളെ അന്വേഷിച്ചവനല്ല, അവളെ അന്വേഷിച്ചു കൊടുക്കുന്ന ഒരുത്തന്റെ കൂടെ അവൾ പോയി എന്ന്. ചെല്ലപ്പൻ ഒരു കാര്യം മാത്രം പറഞ്ഞയച്ചു, പിള്ളേരെ പള്ളിക്കൂടത്തിൽ അയക്കണമെന്ന്. എന്താ ഭവാനി, എന്താ നീ കരയുന്നത്? ഒന്നുമില്ല. കുമാരിമോൾ കുറച്ചു മുമ്പയും പറഞ്ഞു. നീ എന്തോന്നാ ഓർത്തുകൊണ്ട് കിടക്കുന്നത്? ഒന്നുമില്ല. അത് കള്ളം. എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കുറക്കം വരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കഴിയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇന്നാണ് മനസ്സമാധാനത്തോട് പറഞ്ഞത്. ചാക്കോ മുതലാളിയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ തന്തയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമോ? സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. നീ ഈയിടെയായി ചെല്ലപ്പനെ പറ്റിയാണല്ലോ കൂടുതലായി ആലോചിക്കാറുള്ളത്. ആ മനുഷ്യന്റെ 2 പിള്ളേരുടെ അമ്മയല്ലേ ഞാൻ. എന്താ ഇവിടെ ആൾക്കൂട്ടം? അത് ഇന്നലെ ആരോ ഔറോജ് മുതലാളിയെ കുത്തിക്കൊന്നു. പ്രതിയായ ചെല്ലപ്പൻ നേരിട്ട് പോലീസിൽ ഹാജരായി കുറ്റം സമ്മതിക്കുകയും 4 അടി 1.5 ഇഞ്ച് സർ. അവറാൻ മുതലാളിയെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച 4 അടി 1.5 ഇഞ്ച് നീളവും 1 ഇഞ്ച് ഘനവുമുള്ള ഇരുമ്പുപാര ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതാകും. നീ ആരടാ? എന്റെ പേര് അംസെന്നാണ് മഞ്ഞ. ചെല്ലപ്പൻ ഔറോദ് മുതലാളിയെ കുത്തിക്കൊന്ന കുറ്റം ഏറ്റെന്ന് റോട്ടിൽ എല്ലാവരും പറയുന്നു. അതറിയാൻ വേണ്ടി വന്നതാ. നീ ചെല്ലപ്പനെ അറിയും? അറിയും. ഓഹോ, അപ്പൊ നീ ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നതല്ലേ? അല്ലേ മഞ്ഞ. പക്ഷേങ്കിൽ ചെല്ലപ്പന് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചാലും എനിക്ക് സങ്കടമില്ല. അവൻ അത്രയ്ക്ക് നല്ലവനാ. എനിക്ക് അവനെ ഒന്ന് കാണണം. കാണാനൊന്നും സാധ്യമല്ല. എന്റെ ചെല്ലപ്പനെ എനിക്കൊന്ന് കാണണം. ഏമാന്റെ, എന്റെ പൊന്നെ ഏമാന്റെ. കണ്ടോ? കണ്ടു. ഞാൻ ചെന്നപ്പോ കേസിന്റെ വാദം നടക്കുകയായിരുന്നു. ചെല്ലപ്പൻ പ്രതിക്കൂട്ടി നിൽക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങളെ കണ്ടോ? എന്നെ കണ്ടു കാണുമെന്ന് തോന്നുന്നില്ല. അയാൾ ജഡ്ജിയുടെ മുഖത്തോട്ട് നോക്കി അങ്ങനെ തലയും ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അയാൾക്ക് ഒരു കൂസലുമില്ല. ഔറോജിനെ കൊന്നത് ഞാനാണ്, അവൻ ദ്രോഹിയാണ് എന്നൊരൊറ്റ പറച്ചിലേ ചെല്ലപ്പനുള്ളൂ. ആ മുഖത്ത് എന്തൊരു കല! ശിക്ഷിക്കുമോ? പിന്നെ കുറ്റം ഏറ്റു പറഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കുമോ? ഈ മാസം 24-ാം തീയതിയാ വിധി പറയാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ കരഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ഭവാനി? നീ നല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. കേസിന്റെ വിധി പറയുന്ന ദിവസം അവിടം വരെ എനിക്കൊന്ന് പോണം. ആ മനുഷ്യൻ എനിക്കൊന്ന് കാണണം. എന്റെ കുമാരിന്റെ അച്ഛൻ എനിക്കൊന്ന് കാണണം.
I have examined carefully the evidence of this case. And the medical officer who conducted the test no evidence. It is clear. Killing the deceased Joseph Avroj, stabbed him from the father, and Joseph Avroj died because of the injury. Accused is punishable under Section 302 Indian Penal Code. In the result, I find the accused guilty under Section 302 of Indian Penal Code and sentence him to be hanged till he is dead. The sentence will be carried out. ഭവാനി നിങ്ങളെല്ലാം ചെല്ലപ്പന്റെ ആരാ? ഇത് ചെല്ലപ്പന്റെ ഭാര്യയും മകനുമാണ്. ചെല്ലപ്പന്റെ ജഡം വിട്ടുകിട്ടുന്നതിന് അപേക്ഷ കൊടുത്തിരുന്നു. അത് അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുരയിടത്തിലാണ് അങ്ങേന്റെ മകൾ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ അങ്ങേരെയും അടക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആശ. ആ ഭൂമി പണയം വെച്ച് കുറെ കാശും വാങ്ങി കാറും പിടിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആ ഗേറ്റിന് പിടിയിൽ ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങളെ മനസ്സിലായില്ലല്ലോ. നിങ്ങളെപ്പോലെ ചെല്ലപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. എന്റെ പേര് ഹംസ എന്നാണ്. എല്ലാം കഴിഞ്ഞു. എല്ലാം വെളുപ്പിന് കഴിയുകയാണ്. അപ്പോഴും ഞാൻ ഈ മതലിന് പുറത്തേക്ക് ചെല്ലപ്പനാണ്. ചെല്ലപ്പ